ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്തെ നമ്മുടെ തൃശ്ശൂർ സീമാസിൽ ഭയങ്കര ഓഫറാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം 6-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ എന്നാണ് അവർ ആ ഓഫറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വരുമ്പോഴേക്കും ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വലിയ പ്രതീക്ഷയിൽ ഭയങ്കര കാൽക്കുലേഷനിലൊക്കെ വന്നതാണ്. എനിക്കൊന്ന്, എൻ്റെ അമ്മയ്ക്കൊന്ന്, ചേട്ടൻ്റെ അമ്മയ്ക്കൊന്ന്, അങ്ങനെയൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം പാളിപ്പോയി. ഓഫറുകളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞു പോയി ചേച്ചി എന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ ഓഫർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കോഡ് സെറ്റിന് 90 രൂപ, നൈറ്റിക്ക് 25 രൂപ, അങ്ങനെയൊക്കെ ഭയങ്കര ഓഫറുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2, 3, 4 നൈറ്റിയൊക്കെ എടുക്കാം, 100 രൂപയ്ക്കൊക്കെ 4 നൈറ്റി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് വലിയ പ്രതീക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അവിടുത്തെ എല്ലാത്തിൻ്റെയും മോഡലും ഭംഗിയും വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ നോക്കി ഞാൻ ഇങ്ങോട്ട് നേരെ ബില്ലടിച്ച് അങ്ങനെ പോന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മയ്ക്കൊരു നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നൈറ്റിക്ക് വന്നിട്ട് ഒരു 300 രൂപയാണ് അവർ പറഞ്ഞ റേറ്റ്, അതിൻ്റെ നേർപ്പകുതി വില. അതേപോലെ ടോപ്പിന് 400 രൂപ, അതിൻ്റെ നേർപ്പകുതി 200 രൂപ. അങ്ങനെയാണ് കേട്ടോ ഞാൻ രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ നേരെ വന്നു. അപ്പം അമ്മയുടെ മുഖത്തിൻ്റെ ആ ഒരു വിഷമം കണ്ടോ? വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ സാധാരണ 6:30 വീട്ടിലെത്തണം ഞാനാണ് കേട്ടോ. ഇന്ന് സീമാസ കയറിയപ്പോൾ ഞാൻ എത്തിയപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയി, എന്തേ വൈകിയെന്നാണ് ചോദിക്കുന്ന ചോദ്യം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വീടെത്തുന്ന വരെ ടെൻഷനാണ്. ഇവിടുത്തെ അമ്മയ്ക്കും അവിടുത്തെ അമ്മയ്ക്കും വിഷമമാണ്. ഞാനൊരു 7 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വിളിച്ചില്ലെങ്കിൽ അവിടെയും വിഷമമാണ് കേട്ടോ. അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ വണ്ടിയിൽ വരുമ്പോൾ 2 പേർക്കും ഒരേ ഫീലിങ്സ് തന്നെയാണല്ലോ. കാരണം എത്തുമോ എന്താ എത്താത്ത, അല്ലെങ്കിൽ ഇത്രയും വണ്ടികളുടെ നിന്ന് വരണതല്ല, അങ്ങനെയൊക്കെ ഒരു പേടിയാണ്. അപ്പം അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മയ്ക്ക് നൈറ്റി എടുത്ത് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് കുറച്ചൊക്കെ ഒരു സന്തോഷമായിട്ടോ. അപ്പം അങ്ങനെ നൈറ്റി കൊടുത്തു. അപ്പം ഞാൻ ഇതിന് മുൻപ് ഇതേപോലെ ഒരു നൈറ്റി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ്. അപ്പം അത് ഭയങ്കര ഇറക്കം കുറഞ്ഞു പോയി. ഞാനത് നിർത്തി നോക്കാണ്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കത് എന്താ പറയുക, ഒരു 3/4 ഭാഗമുള്ളൂ നൈറ്റി. അമ്മ അത് ഇട്ടടക്കണ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. വയ്യാത്ത അമ്മമാരൊക്കെ നമ്മൾ ഇട്ടടക്കണ കണ്ടിട്ടില്ലേ, അതുപോലൊരു ഫീലാണ്. അപ്പം ഞാൻ ഈ വട്ടം നല്ല നീളത്തിലുള്ള നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് നൈറ്റിയും കൊടുത്തു, ഞാൻ എൻ്റെ ടോപ്പും കാണിച്ചു കൊടുത്തു. എൻ്റെ ടോപ്പ് അങ്ങനെ അത്രയും പറയാം അത്ര ടോപ്പൊന്നുമല്ല കേട്ടോ, സിമ്പിളായിട്ട് ടോപ്പ്. നമ്മുടെ മീഷോ എന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 150 രൂപയ്ക്ക് 130 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ക്വാളിറ്റിയൊക്കെ തന്നെയുള്ളൂ. എങ്കിലും പിന്നെ ചെന്നാൻ പോക്കും കടക്കാർക്കോ എനിക്ക് വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് നൈറ്റി കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ്റെ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയുകയാണ് അവൻ. അപ്പം നിന്ന നിപ്പിൽ ഞാനതൊക്കെ കേൾക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വരുന്നതിന് മുൻപ് ഇഞ്ചിപ്പുൽ തൈലിട്ടിട്ട് അതൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇഞ്ചിപ്പുല്ലിൻ്റെ മണം വെച്ചിട്ട് നിൽക്കുകയാണ്. അമ്മ ഒന്ന് മണപ്പിച്ച് നോക്കിയേക്കണ്ട, ഞാൻ ഇതിട്ടിട്ടാണ് അവിടെയൊക്കെ തുടച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ അമ്മയും കൂടെ നൈറ്റിയുടെയും ചുരിദാറിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം അമ്മോട് പറയായിരുന്നു, ഓഫറൊന്നും ഇല്ല അമ്മ, അവരെ പറ്റിച്ചു, ഒന്നും കിട്ടിയില്ല എന്നൊക്കെ അമ്മയുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും തമ്മിൽ ചുരിദാറുകൾ അങ്ങോട്ട് മാറ്റിയിടും. അമ്മ ഇപ്പോൾ കൂടുതലും ചുരിദാർ തന്നെയാണ് ഇടുക. സാരി മാത്രം എടുത്തിരുന്ന അമ്മയാണ് കേട്ടോ. ഞാനാണ് അമ്മയെ പ്രേരിപ്പിച്ച് ചുരിദാറിലേക്ക് ആക്കിയത്. ഇപ്പം അമ്മയ്ക്ക് സാരിയേ വേണ്ട, ഇപ്പം ഉള്ള സാരിയൊക്കെ വെട്ടി ചുരിദാർ അടിക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് കംഫർട്ടായിട്ട് ഇട്ട് പോകാനായിട്ട് ഇപ്പോൾ ചുരിദാറാണ് ഏറ്റവും സുഖം. ഇപ്പം എൻ്റെ അമ്മേനെ ഞാൻ ചുരിദാർ ഇടിപ്പിച്ച് തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയ്ക്കൊക്കെ വയ്യാത്ത ഒരാളാണ് എൻ്റെ അമ്മേനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഈ സാരി ഉടുത്ത്, ഈ പാവാടി ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ സാരി ഇട്ട് ബസ്സിലും പോയി നടക്കാനൊന്നും വയ്യ. കിതച്ചിട്ടാണ് കേട്ടോ അമ്മ വരിക. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ് ചുരിദാറാക്കിയിട്ടുണ്ട്. ഇപ്പം അത് കാരണം അമ്മയ്ക്ക് ഇട്ടിട്ട് പോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയും ചുരിദാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2 അമ്മമാരെയും ചുരിദാറിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ അതേ ടോപ്പുകൾ തന്നെ ഞാനും ഇടും കേട്ടോ. പക്ഷേ എൻ്റെ ടോപ്പുകളൊന്നും അമ്മയ്ക്ക് ഇടാൻ പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് കൈവണ്ണം കുറവാണ്, പക്ഷേ അമ്മയ്ക്ക് കൈവണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒന്നും അമ്മയ്ക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ ടോപ്പുകളൊക്കെ ഞാൻ ഇടാറുണ്ട്. ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്ന ടോപ്പും അമ്മയുടെ ടോപ്പ് തന്നെയാണ് കേട്ടോ. അതിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ എനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നും ഡ്രസ്സ് ഇട്ടിട്ട് പോകണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് തന്നെ എപ്പോഴും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മാറിയൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ. പിന്നെ അമ്മ അത്രയും നേരമുള്ള ആ ഒരു ദിവസത്തെ രാവിലോട്ട് ഞാൻ പോയതിന് ശേഷം ഞാൻ വരണ വരെ ഉണ്ടായിരുന്ന കഥകളാണ് അമ്മാമ്മയും മക്കളും കൂടെ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മാമ്മയ്ക്ക് കുറേ പറയാനുണ്ട്, മക്കൾക്കും കുറേ പറയാനുണ്ട്. എൻ്റെ ഇട്ട് വന്ന ബാഗ് പോലും ഞാൻ ഊരി വെച്ചിട്ടില്ല കേട്ടോ. അവൻ്റെ സ്കൂളിലത്തെ കഥകളും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഞാൻ അവൻ്റെ അടുത്ത് അതാ പറയണം, അമ്മ എന്തെങ്കിലും കഴിക്കട്ടെടാ, എനിക്ക് വയറ് കത്തിയിട്ട് പാടില്ല, വിശക്കണു, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പതുക്കെ ബാഗൊക്കെ മാറ്റി എൻ്റെ വാച്ചൊക്കെ ഊരി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ള ലക്ഷ്യമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഇരിക്കുന്നുണ്ട്, ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ആവി കയറ്റിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണികൾക്കുള്ളതൊക്കെ അമ്മ ചൂട്ടോട് കൂടി ആവി കയറ്റി ചായയൊക്കെ കൂട്ടി അവർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോഴേക്കും അത് തണുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അത് ആവി കയറ്റാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ്റെ കഥകളും അവൻ്റെ സ്കൂളിലത്തെ കൂട്ടുകാരന്മാരുടെ കഥകളും, ഒരു കൂട്ടുകാരനായിട്ട് തല്ലുകൂടിയപ്പോൾ വേറൊരു കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചോര വന്ന കഥകളൊക്കെയാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കത് ഭയങ്കര വിഷമമാണ്. നമ്മൾ കേട്ടിരിക്കാൻ
ഒരാളുണ്ടാവുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. നമ്മളൊരു ആകാംക്ഷയിലും ഒരു അത്ഭുതത്തോടും കൂടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് ചോദിക്കുമ്പോൾ അവന് ദേഷ്യം വരികയാണ് കേട്ടോ. അവൻ്റെ കഥകൾ കേൾക്കാത്തതിൻ്റെ വിഷമമാണ് അവന്. അപ്പോൾ വീണ്ടും അവൻ്റെ കഥകളൊക്കെ തുടർന്നു. അവൻ്റെ സ്കൂളിലൊരു കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നു അമ്മ, അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തൊരു ചോര വന്നു, ഞാൻ സ്കൂളിൽ നിന്ന് ഓടിപ്പോയി ടീച്ചറോട് പറഞ്ഞു, അപ്പോൾ ടീച്ചർ ഓടി വന്നു. ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ കഥകൾ. അപ്പോൾ അവൻ്റെ കഥകൾക്കൊക്കെ ശേഷം ഞാൻ വേഗം പോയിട്ട് ബിരിയാണി ആവി കയറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ വേഗം ഇഡ്ഡലി ചെമ്പിൽ ബിരിയാണി എടുത്ത് ആവി കയറ്റാൻ വേണ്ടി വെച്ചു. ആ എടുത്ത് കളഞ്ഞതുണ്ടല്ലോ നമ്മുടെ ഗ്രാമ്പുവാണ് കേട്ടോ. എനിക്ക് ഈ ബിരിയാണി തിന്നാൻ ഇഷ്ടമാണ്. ഇതിൽ മസാലകളൊക്കെ പറക്കിയിരുന്ന് വയ്യാണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് കണ്ടപ്പോൾ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് കറിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സാധാരണ നാരങ്ങ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അച്ചാർ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ ഞാനത് ബിരിയാണി ആവി കയറുമ്പോഴേക്കും കുറച്ച് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് ചൂടാക്കിയിട്ട് കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കുണ്ടല്ലോ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതിനെല്ലാം ഏറ്റവും ഇഷ്ടം എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ. അതിങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ്. എനിക്കങ്ങനെ ബിരിയാണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒന്നെങ്കിൽ നല്ലൊരു നമ്മുടെ സലാഡ് ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള സലാഡ്, അങ്ങനത്തെ സലാഡോ അല്ലെങ്കിൽ നല്ലൊരു നാരങ്ങാച്ചാറുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ബിരിയാണി പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ബിരിയാണിയോട് എൻ്റെ മോനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂത്ത ആൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കും. നമ്മൾ ബിരിയാണി കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 3/4 മണിക്കൂറിൽ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പച്ചൻ ബിരിയാണി കിറ്റ് മേടിക്കും. ഞാൻ ചെല്ലുമ്പോഴാണ് അവിടെ ബിരിയാണി കിറ്റ് മേടിക്കുക. കാരണം ഞാൻ ചെന്നിട്ട് ഞാൻ തന്നെ വേണം അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം ബിരിയാണി കിറ്റ് മേടിച്ചിട്ട് അവിടെയും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അപ്പനും മോനും കൂടെ കടയിലേക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം നാളത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ രണ്ടുപേരും കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഓട്സ് കുറുക്കണതാണ് കേട്ടോ. വേറെ ഒന്നല്ല കേട്ടോ, അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ എന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിലേക്ക് കയറിയാൻ പോകാം. ഞാൻ തന്നെ വേഗത ഒരു സൈഡ് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് ബാക്കിയുള്ള വൈകുന്നേരത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത്, കഞ്ഞി. അപ്പോൾ ഞാൻ വന്നിട്ടൊരു 7 മണി സമയത്താണ് ബിരിയാണി കഴിച്ചത്. കഞ്ഞി കുടിക്കുന്നത് ഒരു 9 മണി 9:15 ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ രാത്രിയിലത്തെ ഭക്ഷണ സമയമൊന്നും തീരെ ശരിയല്ലായിരുന്നു. അതുപോലെ എൻ്റെ ഈ പിത്തസഞ്ചിയുടെ സർജറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പരമാവധി നേരത്തെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഈ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ വീണ്ടും കുറച്ച് ലേറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. മറ്റേതൊരു 8:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ പിത്തസഞ്ചി പോകാനുള്ള കാരണം തന്നെ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. പരമാവധി രാത്രി ഒരു 8:30 ആകുമ്പോഴേക്കെങ്കിലും ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. അതാണ് നമുക്കും നമ്മുടെ വയറിനും എല്ലാം കൊണ്ടും നല്ലത്. എനിക്കൊക്കെ അത് ശരിക്കും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞി കുടിക്കാനായിട്ടിരുന്നു. ഇനി കഞ്ഞി കുടിക്കുക, കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിയൊക്കെ എടുക്കുക. അതാണ് രാത്രിയിലത്തെ ഒരു പരിപാടി എന്നുള്ളത്. നമുക്ക് രാത്രി അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയിൽ തീരെ വരാൻ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പുറത്ത് കട്ടിലും വരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എപ്പോൾ വീഡിയോ ഓൺ ആക്കിയാൽ ആളവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അവൻ എപ്പോഴും പറയും എൻ്റെ ഒറ്റ വീഡിയോ പോലും അമ്മ ഇടരുതെന്ന് പറയും. അവന് ഇഷ്ടമല്ല വീഡിയോയിൽ നിൽക്കാനായിട്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനമാണ് ക്യാമറ കണ്ടതുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും ആൾ ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്ന്. പിന്നെ നമ്മുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം കാലത്ത് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ചില ദിവസം എനിക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ അമ്മ കഴുകി വയ്ക്കും കേട്ടോ. ആരുടെയാണ് ലാസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അടുക്കള ഒതുക്കണം അല്ലെങ്കിൽ ചെയ്യണം, അവരത് കഴുകി വയ്ക്കും. അങ്ങനെ ഇന്നാളെന്നൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ കഴിച്ചിട്ട് പിന്നെ അമ്മയാണ് കഴിക്കണമെന്നെങ്കിൽ അമ്മ ബാക്കിയുള്ള കറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി പാതിമരൊക്കെ തുടച്ചിട്ട് പോകും അമ്മയാണ്. ഇനിയിപ്പോൾ ഞാനാണ് ലാസ്റ്റ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ അടുക്കളയും കാര്യങ്ങളും ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് വെച്ചിട്ടാണ് ഞാനും കിടക്കുക കേട്ടോ. അതങ്ങനെ തന്നെയാണ്. ഇന്നാളെന്നൊന്നുമില്ല ഇവിടെ. ആർക്കാണോ ഒഴിവ്, ആർക്കാണോ ചെയ്യാൻ പറ്റുക അവർ ചെയ്യും. ഞാൻ അമ്മയും തമ്മിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ട് എൻ്റെ അമ്മ പറയണൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ 4 മണിക്ക് പുലർച്ചയ്ക്ക് എണീക്കും. എൻ്റെ വീട്ടിൽ ഒരു 7ാം ക്ലാസ് തൊട്ടുള്ളൊരു ശീലമാണ്. ഒരു 4 മണി ഒക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എണീറ്റിട്ട് വേണം രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം അമ്മയുടെ ഹെൽത്ത് തീരെ സുഖമല്ല. അമ്മയ്ക്ക് രാവിലെ അങ്ങനെ നേരത്തെ ഒന്നും എണീക്കാൻ പറ്റില്ല. അമ്മ ഒന്ന് പൊന്തി വരണമെങ്കിൽ തന്നെ ഒരുവിധം നേരം ആവണം. അപ്പോൾ ഞാനാണ് രാവിലെ നേരത്തെ എണീക്കുക. അപ്പം എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പണികളും കഴിച്ചിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട്. 9-9:30 ആകുമ്പോഴേക്കും എനിക്ക് സ്കൂളിലേക്ക് പോകണം കേട്ടോ. പക്ഷേ നേരെ തിരിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ 7 മണിക്ക് ഏറ്റാലും 8 മണിക്ക് ഏറ്റാലും കുഴപ്പമില്ലാത്ത വീട്ടിലാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നത്. രാവിലെ എണീക്കേണ്ട, പണികൾ കഴിക്കേണ്ട അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് 7 മണിക്ക് ഏറ്റാലും 7:30 ഏറ്റാലും ഒരു കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു ഞാൻ കെട്ടി കയറി വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ രാവിലെ സ്വതവേ ഒരു 5-5:30 ആകുമ്പോഴേക്കും എണീക്കും. അമ്മയുടെ എല്ലാ പണികളും കഴിക്കും. അമ്മ കറിയും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. കുറേ നാൾ അങ്ങനെ തന്നെയായിരുന്നു ശീലം. ഇപ്പം ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഇവിടെ ആർക്കും രാവിലെ ജോലിക്ക് പോകാനായിട്ട് അങ്ങനെ നേരത്തെ ജോലിക്ക് പോകാൻ ആരുമില്ല. പിന്നെ മക്കൾക്ക് സ്കൂൾ തുടങ്ങാൻ എങ്ങനെയായാലും 9:30 ആവുമല്ലോ.
അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ എണീറ്റാലും ഒരു 7 മണിക്ക് എണീറ്റാലും നമ്മുടെ എല്ലാ പണികളും കഴിയും കേട്ടോ അവർ പോണതിന് മുൻപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഉറങ്ങേണ്ട പ്രായത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെയൊക്കെ അപ്പച്ചൻ വിളിക്കുമ്പോൾ ചില സമയത്തൊന്നും ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് പറയും, ഇത് വരെ ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അപ്പൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗ് കൊടുക്കുകയുള്ളൂ, ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ എന്നെ ഉറക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ ഒന്നും മിണ്ടാറില്ല കേട്ടോ. അമ്മയും അതേ മിണ്ടാറില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറേ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ, കഷ്ടപ്പെടല്ല, അന്നത്തെ ആ ഒരു പ്രായത്തിൻ്റെ നമ്മുടെ സാഹചര്യം കൊണ്ട് ചെയ്യേണ്ട വന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കിടന്ന് ചെയ്യുമ്പോൾ ആ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സമയത്ത് നിനക്ക് ഇതിനൊരു ഗുണം കിട്ടുമ്പോൾ ഒരു സമയത്ത് നീ കയറി ചെല്ലണ വീട് നല്ലതായിരിക്കും. വീട്ടുപണിയുടെ കാര്യം, ജോലിയുടെ കാര്യം, നേരത്തെ എനിക്കുന്ന കാര്യത്തിലൊക്കെ എൻ്റെ വീട് സ്വർഗ്ഗമാണ് കേട്ടോ. എൻ്റെ വീട് അങ്ങനെ അമ്മയ്ക്കൊരു പരിഭവോ പരാതിയുള്ള ഒരാളല്ല. ഞാൻ എപ്പോൾ ഏറ്റാലും എങ്ങനെ ഏറ്റാലും ഞാൻ എണീറ്റ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളത് അമ്മയ്ക്ക് നല്ല ധൈര്യമാണ്. അത് എങ്ങനെ വേണമെങ്കിലും പണിയെടുക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനങ്ങനെ വൈകി എണീക്കുന്നതിന് ഒരു കുറ്റം പറയണ അമ്മായിമ്മയല്ല കേട്ടോ. എനിക്ക് ആ ഒരു കാര്യമില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന് പകരം എൻ്റെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ, സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയാലല്ലോ സുഖം കിട്ടുക. എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് ഒരു 4-5 മണിയാകുമ്പോഴേക്കും അപ്പച്ചനെ എണീറ്റ് വാർത്ത വെച്ചിട്ടുണ്ടാവും. പിന്നെ തുടങ്ങും അപ്പച്ചൻ ചിഞ്ചോ ചിഞ്ചോ എന്ന് ചോദിച്ചിട്ട്. എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാനും നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരെപ്പോഴും പറയും, പാപ്പനെ എപ്പോഴും നേരത്തെ വിളിക്കണ കാരണം ഒരു തൊഴിലുമില്ല എന്ന് പറയും പിള്ളേർ. അതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ അവസ്ഥ. ഇപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാദ്യമ്പുറം തിണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇനി നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചൊന്ന് തുടയ്ക്കണം. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നേരെ ചെല്ലുക, ഒന്ന് ഫ്രഷ് ആവുക. അതിൻ്റെ ഒപ്പം തന്നെ നൈറ്റിൽ കുറച്ച് സ്കിൻ കെയർ ചെയ്യണ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിൽ നിറച്ച് പിമ്പിൾസ് വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നൈറ്റിലൊരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് തന്നെ ഞാൻ മേടിച്ചൊരു ക്രീമാണ്. എൻ്റെ ഫ്രണ്ട് മേടിച്ചിട്ട് അവൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു ക്രീം തന്നെയാണ്. അപ്പോൾ ആ ക്രീം ഞാൻ നൈറ്റിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യും. പക്ഷേ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ പോയിട്ട് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രീം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് അതൊന്ന് മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ കാലത്തേക്ക് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ കടലക്കറി വെക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതെടുത്ത് ഒന്ന് വെള്ളത്തിലിടണം. അപ്പോൾ നമ്മുടെ നൈറ്റിലത്തെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടോ. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ നല്ല സപ്പോർട്ടായിരുന്നു. നല്ല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, ഒരു അച്ചീവ്മെൻ്റാണ് എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്ന് നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും. അപ്പോൾ എന്നെ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ കുറച്ച് നേരം കളിയും ഇടിയും തല്ലുകൂട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.